എവ്രിവൺ, വെൽക്കം ടു ആരോഹണംസ്. ഇന്ന് നമുക്ക് ഡിലീഷ്യസ് ആയ ഒരു സാമൺ റെസിപ്പിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോസും ചെയ്ത് നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് അതിലെ വാട്ടറൊക്കെ നല്ലോണം വൈപ്പ് ചെയ്ത് കളഞ്ഞ ഒരു സാമൺ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ബ്ലാക്ക് പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ആഡ് ചെയ്യണ്ട, കാരണം നമ്മൾ ഇത് സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉപ്പ് എല്ലാത്തിലും ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുന്നിൽ നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഉപ്പും പെപ്പർ പൗഡറും എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. 4 സൈഡിലും ആക്കി കൊടുക്കണം കേട്ടോ. സാമാന്യം കട്ടിയുള്ള ഒരു ഫിഷാണല്ലോ ഇത്. പിന്നെ അതിലേക്ക് അതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലെമൺ സ്കിൻ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈറ്റ് വരാതെ യെല്ലോ കളർ മാത്രം ആഡ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കയ്പ്പ് വരും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചെറിയൊരു 2-3 ഡ്രോപ്സ് ഓഫ് ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആവണ്ട, ആ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു 2-3 ഡ്രോപ്സ് അതിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ സ്പ്രേ ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ നമുക്ക് ഫ്രൈ പാനിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അതിനായിട്ട് ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഒരു 20 ഗ്രാംസിൻ്റെ അടുത്ത് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ഈ ഫുൾ കുക്കിംഗ് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. അപ്പോൾ അതൊന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാമൺ പീസ് അതിലേക്ക് ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത് ഒന്നാണെങ്കിലും ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് സൈഡിൽ, അതുകൂടെ ഒന്ന് ആഡ് ചെയ്യുവാണ് കേട്ടോ. omega-3 ഫാറ്റി ആസിഡിൻ്റെ ബെസ്റ്റ് സോഴ്സാണ് സാമൺ ഫിഷ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ. കാരണം ഈ ഫിഷ് നമുക്ക് ഈ ഓയിൽ, ഈ ബട്ടറിൽ കുക്ക് ചെയ്യണ സമയത്ത് ഫിഷിലുള്ള ഓയിലൂടെ അതിലേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ അടുത്ത സോസ് ഉണ്ടാക്കുമ്പോഴും അതേപോലെ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ചെയ്യുമ്പോഴും ആ ബട്ടറിൽ തന്നെ ചെയ്യുവാണെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന ഒരു ഗുണങ്ങളും നമുക്ക് നഷ്ടപ്പെടാതെ ഫുൾ പോർഷൻ നമ്മൾ ഫുഡിലേക്ക് കിട്ടും. കണ്ടോ, ഇതിൻ്റെ മുകളിലത്തെ ആ കളറിനെ വെച്ച് നോക്കുമ്പോൾ താഴത്തെ ആ പോർഷൻ്റെ കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടുത്ത സൈഡിലേക്ക് ടേൺ ചെയ്ത് ഇടാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ അടുത്ത പീസ് ഒന്ന് ടേൺ ചെയ്തിടുക കേട്ടോ. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കാം. അപ്പോൾ ഞാനിനി അതിലേക്ക് ക്യാരറ്റ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്ത് വെജിറ്റബിൾസ്, ബ്രൊക്കോളി, ഗ്രീൻ പീസ്, എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. സോൾട്ട്, പെപ്പർ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്യേണ്ട, സെപ്പറേറ്റ് എടുത്ത് കഴിക്കാൻ നേരത്തെ അതിൻ്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്താൽ മതി കേട്ടോ. ഫിഷ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനതൊന്നെടുത്ത് മാറ്റാൻ പോവുകയാണ്. കാരണം ഈ ഓയിലിൽ നമുക്ക് അടുത്ത സോസ് ചെയ്യാനുള്ളതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് ഇതിലേക്ക് ഇനി എക്സ്ട്രാ സോൾട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. എന്തായാലും ആ ടേസ്റ്റൊക്കെ ക്യാരറ്റിന് പിടിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ആ സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സോൾട്ട് ചെയ്തിട്ട് നമുക്കെടുത്ത് മാറ്റാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ എന്താ ആഡ് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാഴ്സ്ലിയാണ്. ഒരു പിടി, അറ്റ്ലീസ്റ്റ് ഒരു 3 സ്പൂൺ ഉണ്ടാവുമായിരിക്കും മുറിച്ച് കഴിയുമ്പോൾ. അതൊന്ന് ഞാൻ കട്ട് ചെയ്തിടുവാണ്. പായസത്തിലേക്ക് ഓൾറെഡി ഒരു പുളി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അതിലേക്ക് ഇനി ലൈം ജ്യൂസ് ആഡ് ചെയ്യും. ഒരുപാട് ആഡ് ചെയ്യണ്ട. ഒരു നേരത്തെ എടുത്ത് വെച്ച് നമ്മൾ ലൈമിൽ അത് തന്നെ ഒരു 1/4 സ്പൂണോളം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒരു 1/4 സ്പൂണ് ഞാൻ പറഞ്ഞ പോലെ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള 1/4 സ്പൂൺ പെപ്പറും 1/4 സ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടറിൻ്റെയും ഫിഷിൻ്റെ ഓയിലും എല്ലാം ഇതിലേക്ക് നല്ലോണം ടേസ്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു, കാരണം ആ പാനിൻ്റെ ചൂടിൽ തന്നെ അത് വാടിക്കോളും. ഇലയല്ലേ, അത് വാടിക്കോളും. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി കേട്ടോ. അതിൻ്റെ ആ ചൂടൊന്ന് ആറട്ടെ. അപ്പോഴേക്കും കണ്ട ഇലയും നല്ലോണം വാടി മാറി. ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കൊരു ഇത്തിരി ക്രീം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഇച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു ഇച്ചിരി വാട്ടറി പരിവാവാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ടേസ്റ്റൊക്കെ നോക്കണം കേട്ടോ. ഉപ്പുണ്ടോ, പെപ്പർ ഉണ്ട്, ഫ്ലേവർ അറിയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. ഈ ഒരു സമയത്ത് നോക്കുക. വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ആലോചിക്കണം, നമ്മൾ ഫിഷിലും കുറച്ച് സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ എൻ്റെ പാകത്തിന് പെർഫെക്റ്റ് ആണ്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജ്യൂസി ഡിലീഷ്യസ് സാമൺ വിത്ത് ക്രീമി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ അത് കഴിക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിത് കഴിച്ച് നോക്കാം. ഈ സോസൊക്കെ ഞാൻ നല്ല സ്റ്റൈലായിട്ട് എൻ്റെ മേലെ ഒഴിക്കുവാണ്. ഇതിപ്പോൾ വീഡിയോ ആയ കാരണം കൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ ഒഴിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മേലെ ഒറ്റ കൊട്ട. ഇനി നമുക്ക് നൈസായിട്ട് എടുത്ത് സോസിൽ മുക്കി ഒന്ന് കഴിച്ച് നോക്കാം. കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, കാണുന്നില്ലേ? ഇനി നമുക്ക് ആ സോസൊക്കെ ആക്കി കഴിച്ച് നോക്കാം. അപ്പോൾ സോൾട്ടും പെപ്പറും ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഷ് ചെയ്യുമ്പോൾ ഒരുപാട് മസാല എടുത്ത് അതിൻ്റെ ആ ഫിഷിൻ്റെ ടേസ്റ്റ് കളയരുത് കേട്ടോ. നമ്മൾ ആ ടേസ്റ്റ് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ച് മസാലകൾ ചേർത്തത്. ഉപ്പായാലും പെപ്പറായാലും കുറച്ച് യൂസ് ചെയ്തത്, അതുകൊണ്ടാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എന്നെ കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ് ഇറ്റ്.